കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 പിള്ളേരുടെ കാര്യമുണ്ട്, കിച്ചുവിന്റെ കാര്യം, അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്, കൊച്ചിന്റെ കാര്യം നോക്കണം, അവന് പരിയാകുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, വീട്ടിലെ ചെലവ് നടത്തണം, പപ്പ അമ്മ, പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചിയുടെ മക്കളുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി കിട്ടുന്നതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുമല്ല, ഇങ്ങനെ എന്നെ ചെലവാക്കുക. ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. എനിക്കറിയില്ല, കാരണം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിന് തോന്നലല്ല. ഈ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു റീൽ പോലും താങ്കൾ അന്ന് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? എന്താ ഇപ്പൊ കഥ? ഇന്റർവ്യൂവിന് വിളിച്ചു കൊടുത്തിട്ട് അല്ല കൊലപാതകികൾ ചോദ്യം ചെയ്യണ പോലെ 37 CBI ഉദ്യോഗസ്ഥ എന്ത് ജോലി ചെയ്യുന്നു, എത്ര ശമ്പളം കിട്ടുന്നു, കിട്ടുന്ന ശമ്പളം എന്ത് ചെയ്യുന്നു, ആർക്ക് കൊടുക്കുന്നു, എന്തിനു കൊടുക്കുന്നു, എത്ര വെച്ച് കൊടുക്കുന്നു? അല്ല 37 കിട്ടുന്ന ശമ്പളമൊക്കെ എന്താ കിട്ടുന്നത്? അല്ല അനാഥാലയത്തിനും കൊണ്ട് കൊടുത്തിട്ട് അവിടെ പട്ടിണി കൊടുക്കുക. എല്ലാവർക്കും ചെലവുണ്ടല്ലോ. പക്ഷെ നമ്മൾ ആരെയും അനുകൂലിക്കാനോ അല്ലെങ്കിൽ പ്രതികൂലിക്കാനോ അവർ ചെയ്യുന്ന പറ്റി ചെയ്തോട്ടെ. ചിലപ്പോൾ അതിൽ നെഗറ്റീവ് ഉണ്ടാവും, ചിലപ്പോൾ വൾഗറായിട്ടുണ്ടാവും, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതൊന്നുമല്ല ഇവിടെ നമ്മൾ വിഷയം. ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ചൊക്കെ അഹങ്കാരം ഉണ്ടാവും. ഒരു ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇത് അതുക്കും മേലെയാണ്. ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു ആളെ വേറെ എവിടെയും കാണാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. എന്താ കഥ? എനിക്കൊരു മാന്യ മര്യാദ ഇല്ലേ? വല്ല അങ്ങനെ വിളിച്ചിട്ട് പൈസ എന്താ കാട്ടുന്നത്, എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാ പൊതു, എന്താ പൊതു കഥ? അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യ മര്യാദയിലെ കാര്യങ്ങൾ ചോദിച്ചാൽ അങ്ങോട്ട് മറുപടി പറയാം. അതാണ് ഇന്റർവ്യൂ. അല്ലാതെ ചോദ്യം ചെയ്യലല്ല ഇന്റർവ്യൂ. അങ്ങനെ വെച്ചാൽ വേറെ വല്ല ഒത്തും പോയിരുന്നിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ പോലെ ഇതിങ്ങോട്ട് വിളിച്ചു വരുത്തുക. ഇതുപോലെ തോക്ക് ചൂണ്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ ഇല്ലാത്തൊരു കഥ. അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കണോ? അല്ല ഇത് കാണുന്നവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ കുറെ ക്ലിപ്പായിട്ട്. ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഒരു 100 ക്ലിപ്പായിട്ട് ഇടും. 1 മിനിറ്റ് 1.5 മിനിറ്റ് 1 മിനിറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും അഭിപ്രായം ഇതാണെന്നാണ് തോന്നുന്നത്. എല്ലാവരും ഒരു നല്ല അഭിപ്രായം പറയാൻ തോന്നുന്നില്ല ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയെ കാണുമ്പോൾ.